സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടങ്ങി 25 ദിവസം കഴിഞ്ഞിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട സൗജന്യ റേഷൻ ഇതുവരെയും നൽകിയിട്ടില്ല. അർഹരായ ഗുണഭോക്താക്കളുടെ പട്ടിക ഫിഷറീസ് വകുപ്പ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൈമാറിയിട്ടുണ്ടെങ്കിലും പട്ടിക പരിശോധന പൂർത്തിയായിട്ടില്ല എന്ന വിചിത്ര മറുപടിയാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റേത്. വറുതിയുടെ കാലത്ത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ ദുരിതത്തിലാക്കുകയാണ് വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ. നമ്മൾ 3-4 കൊല്ലമായി ഇവിടെ ഈ കടൽ പൊളിയണ സമയത്ത് നമുക്കൊന്നും കിട്ടില്ല. സൗജന്യ റേഷൻ കിട്ടില്ല. നമ്മൾ ഈ മനുഷ്യപ്പാട്ടിൽ അടക്കണ പൈസ ഇവർ ബോട്ടിൽ പണി വരുമ്പോഴാണ് നമ്മൾ ഓണം വിഷയെല്ലാം കഴിഞ്ഞാലാണ് വരുന്നത് പൈസ ഓരോ ഗഡായിട്ട്. കേന്ദ്രത്തിനായാലും കേരളത്തിനായാലും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ സമയത്തിൽ കിട്ടുന്നതാണെങ്കിൽ ഒരുപാട് ആൾക്കാർ പണിക്ക് പോകാത്ത ആൾക്കാരുണ്ട്, ബോട്ടിൽ പോണ ആൾക്കാരുണ്ട്, മഞ്ചി പോണ ആൾക്കാരുണ്ട്. ഈ മഞ്ചിക്കാർക്ക് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കുറേ തൊഴിലാളികൾ പട്ടിണിക്കാണ്. അതുകൊണ്ട് നമുക്ക് സൗജന്യ റേഷൻ തരുമെന്ന് പറയുമ്പോൾ അവർ ഈ സമയം വരെ തന്നിട്ടില്ല. ജൂൺ 9 അർദ്ധരാത്രി മുതലാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചത്. മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വറുതിയുടെ നാളുകൾ. ട്രോളിംഗ് നിരോധനം തുടങ്ങി 1 മാസമാകുമ്പോഴും മത്സ്യത്തൊഴിലാളികൾക്ക് അവർ അർഹതപ്പെട്ട സൗജന്യ റേഷൻ ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ കാലം എത്രയായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ കിട്ടിയിട്ടില്ല. അതൊന്ന്. രണ്ടാമത് സമ്പാദ്യ സമാശ്വാസ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക്. അത് മത്സ്യത്തൊഴിലാളികളുടെ വിഹിതം എന്ന് പറയുന്നത് 1500 രൂപ മത്സ്യത്തൊഴിലാളികൾ സർക്കാരിലേക്ക് അടക്കും. തിരിച്ച് 4500 രൂപ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടേണ്ടതാണ്. ഇപ്പോൾ ഒരു ഗഡു വന്നത് മത്സ്യത്തൊഴിലാളികൾ അടച്ചിട്ടുള്ള 1500 രൂപയാണ് ഇപ്പോൾ വന്നുള്ളത്. ഇപ്പോൾ വന്ന ഈ ജൂൺ മാസത്തിൽ വന്നത്. പിന്നുള്ള ബാക്കി 2 ഗഡു ഇനി എപ്പോൾ വരും, അങ്ങനെ വരും എന്നുള്ളത് യാതൊരു അറിയിപ്പുമില്ല. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ APL BPL വിഭാഗങ്ങളിലായി 54,944 ഗുണഭോക്താക്കളാണ് ഉള്ളത്. 21,978 ഗുണഭോക്താക്കളാണ് ട്രോളിംഗ് കാലത്തെ സൗജന്യ റേഷന് അർഹരായിട്ടുള്ളവർ. മഞ്ഞക്കാട് ഉടമകൾക്ക് 35 കിലോ ഭക്ഷ്യധാന്യം, ചുവപ്പ് കാർഡ് ഉടമകൾക്ക് ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് വീതം 5 കിലോ ഭക്ഷ്യധാന്യം, നീലക്കാട് ഉടമകൾക്ക് 2 കിലോ അരി, വെള്ളക്കാട് ഉടമകൾക്ക് 5 കിലോ അരി എന്നിങ്ങനെയാണ് ട്രോളിംഗ് നിരോധന കാലത്തെ സൗജന്യ റേഷൻ. തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ സൗജന്യ റേഷൻ നൽകാൻ ഉത്തരവിറങ്ങിയിരുന്നു. കോഴിക്കോട് ജില്ലയിൽ മാത്രം 3112 പേരാണ് സൗജന്യ റേഷന് അർഹരായിട്ടുള്ളത്. ഈ പട്ടിക ജൂൺ 14 ഭക്ഷ്യവകുപ്പിന് കൈമാറിയെന്ന് കോഴിക്കോട്ടെ ഫിഷറീസ് വകുപ്പ് പറയുന്നു. സമാന അവസ്ഥ മറ്റ് ജില്ലകളിലുമുണ്ട്. ഇതിൽ ട്രോൾ നെറ്റ് ഉപയോഗിച്ചിട്ടുള്ള മത്സ്യബന്ധനമാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടും. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പീലിംഗ് തൊഴിലാളികൾ, അനുബന്ധ തൊഴിലാളികൾ, അവർക്കും സ്വാഭാവികമായിട്ടും തൊഴിൽ നഷ്ടപ്പെടും. അപ്പോൾ യന്ത്രവൽകൃത യാനങ്ങളിലെ തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്കാണ് നമ്മൾ സൗജന്യ റേഷൻ അനുവദിക്കുന്നത്. മറ്റ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ ഇല്ല. സിവിൽ സപ്ലൈസ് ഓഫീസിലേക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ റേഷൻ കടകളിലേക്ക് ഇതുവരെയും ഗുണഭോക്താക്കളുടെ പട്ടിക ലഭിച്ചിട്ടില്ലെന്ന് റേഷൻ കടയുടമകൾ പറയുന്നു. പല കാർഡ് ഉടമകളും റേഷൻ കടയിൽ വന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ അരിയില്ലേ എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. സ്പെഷ്യൽ അരിയില്ല. ഒരു കാർഡ് ഉടമയ്ക്ക് ഗവൺമെന്റ് അനുവദിച്ച റേഷൻ മാത്രമേ സൗജന്യമായി ട്രോളിംഗ് കാലത്ത് നൽകാറുള്ളൂ. ഇതാണ് പറയാനുള്ളത്. ഇപ്രാവശ്യം ലിസ്റ്റ് കിട്ടിയിട്ടില്ല. ഏകദേശം 90% മത്സ്യത്തൊഴിലാളികളും BPL PHH കാർഡിൽ ഉൾപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് സൗജന്യ റേഷൻ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് ലഭിക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ ആക്ഷേപമുണ്ട്. മത്സ്യമേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ട്രോളിംഗ് സമയത്ത് സൗജന്യ റേഷൻ അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് സിവിൽ സപ്ലൈസ് ഓഫീസിലേക്ക് ഫിഷറീസ് വകുപ്പ് കൈമാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അർഹതപ്പെട്ടവരുടെ കൈകളിൽ റേഷൻ എത്തിയിട്ടില്ല. വറുതിയുടെ കാലത്തും അധികൃതരുടെ അനാസ്ഥ മൂലം തീരാ ദുരിതത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു S. ആനന്ദിനോടൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.